എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. നാം അനുഗ്രഹിക്കപ്പെടാൻ എന്തു ചെയ്യണം? അതാണ് ഇന്നത്തെ ആത്മിക സന്ദേശം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഇവിടെ ദൈവം തന്നെ ജനത്തോട് പറയുകയാണ്, സ്തോത്രം, നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കും. ഇത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പഠിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. അപ്പം ദൈവത്തിൻ്റെ വാക്ക് കേട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം കൽപ്പിക്കുമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അനുഗ്രഹിക്കപ്പെടാൻ കൊതിക്കുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്കൂടെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ആ വാക്ക് ഇതാണ്: യഹോവേ, അനുഗ്രഹം എൻ്റെ മേൽ കൽപ്പിക്കണമേ. ഇവിടെ വായിക്കുകയാണ്, യഹോവ നിന്റെ കളപ്പുരയിലും. ഈ പഴയ നിയമത്തിൽ കളപ്പുരയെന്ന് പറയുന്നത് സ്തോത്രം ഒരു മനുഷ്യൻ്റെ സമ്പാദ്യമാണ്. അപ്പം നിന്റെ സാമ്പത്തിക തലത്തെ ദൈവം അനുഗ്രഹിക്കും. അടുത്ത കേട്ടോ, നീ കൈ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കും. ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോസഫിനെ ദൈവം ഒരു അനുഗ്രഹമാക്കി വെച്ചു. അവൻ പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നപ്പം യോസഫ് നിമിത്തം പൊത്തിഫറിൻ്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടായി. അപ്പം നീ കൈ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിച്ചാൽ നിന്റെ ലൈഫ് മുഴുവൻ അനുഗ്രഹമായി തീരും. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ കൈ തൊടുന്ന സകലത്തിലും ദൈവമേ അങ്ങ് അനുഗ്രഹം കൽപ്പിക്കണമേ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഏകാഗ്രതയോടെ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഏറെ നാളായി അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹത്തോടെ നടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അനുഗ്രഹിക്കപ്പെടാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ അങ്ങ് ഞങ്ങളുടെ മേൽ ഒരനുഗ്രഹം കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. യഹോവ അവരുടെ മേൽ ഒരനുഗ്രഹം കൽപ്പിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീ കൈ തൊടുന്ന സകലത്തിൽ യഹോവ അനുഗ്രഹം കൽപ്പിക്കും. ഗോഡ് ബ്ലസ് യു.